പോട്ടുകൊല്ലം പരിശുദ്ധ ശുദ്ധീകരണ മാതാവിൻ്റെ ഇടവകയിലെ സാധാരണക്കാരിൽ സാധാരണമായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിനും നടുവിൽ സ്നേഹവും കരുതലും നന്മയും മാത്രം കൈമുതലാക്കിയ ജോൺ ജൂലി ദമ്പതികളുടെ മൂത്ത മകനായി 1975 ജൂലൈ 20 ഒരു കുഞ്ഞു ജനിക്കുന്നു. 1975 ഓഗസ്റ്റ് 2 ഇരവിപുരം സ്നാപയോഹന്നാന്റെ ദേവാലയത്തിൽ വെച്ച് അവർ അവന് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെന്നർത്ഥമുള്ള ഡേവിഡ് എന്ന പേര് നൽകി. അമ്മ മകനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് കുഞ്ഞുമോനെ എന്നാണ്. ദൈവത്തിൻ്റെ സ്വന്തം മകനായി വളർത്തുവാൻ മാതാപിതാക്കൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ തൻ്റെ മകനെ പഠിപ്പിക്കുവാനായി ആ മാതാപിതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിനു പോലും വകയില്ലാതിരുന്ന ഒരു കാലമായിരുന്നു. അമ്മയുടെ അന്നത്തെ ആകെയുള്ള പ്രയാസം മകനെ എന്നും പള്ളിയിൽ കൊണ്ടുപോകുവാൻ സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു. വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കാരണം അമ്മ മീൻ കച്ചവടത്തിനായി അതിരാവിലെ തന്നെ പല വീടുകളിലും പോകേണ്ടി വന്നതിനാൽ സമയം ഒരു വലിയ തടസ്സമായിരുന്നു. എന്നാൽ ഞായറാഴ്ചകളിലെ ദീപബലി മുടങ്ങാതെ കാണുകയും സംബന്ധിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ മകനെ ആഴത്തിലുള്ള വിശ്വാസത്തിലും ദൈവഭക്തിയിലും വാർത്തെടുക്കുന്നതിനായി ശ്രമം നടത്തിയിരുന്നു. ഡേവിഡ് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളുടെ കൂടെ മതബോധന ക്ലാസ്സിലും വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിലും മുടങ്ങാതെ പങ്കെടുക്കുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. മാത്രമല്ല, വലിയകട സെൻറ് ജോസഫ് സ്കൂളിലെയും കോൺവെൻറ്റിലെയും അന്നത്തെ സിസ്റ്റേഴ്സ് ആയിരുന്ന സിസ്റ്റർ ലൂസി മേരി, സിസ്റ്റർ ഇമാക്കുലേറ്റ് മേരി, സിസ്റ്റർ വിൻസി മേരി, സിസ്റ്റർ ലെണാർഡ് മേരി എന്നിവരുടെ പ്രത്യേക സ്നേഹവും കരുതലും ഡേവിഡിന് ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ വലിയകട സ്കൂളിൽ പഠിച്ച് തുടർ പഠനത്തിനായി സെൻ്റ് അലോഷ്യസ് സ്കൂളിലേക്ക് പോയെങ്കിലും ഇവരോടുള്ള ഗുരുശിഷ്യ ബന്ധം എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. അന്ന് സിസ്റ്റേഴ്സ് തന്നോട് സ്നേഹം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇന്ന് ഇവിടെ എത്തുമായിരുന്നില്ല എന്ന ഇന്നത്തെ ഫാദർ ഡേവിഡ് തൻ്റെ സുഹൃത്തുക്കളായ പലരോടും പറയുന്നത് കേൾക്കാമായിരുന്നു. അവർ അന്ന് നൽകിയ സ്നേഹം ഇന്നും തിരികെ നൽകാനായി വെമ്പുന്ന ഒരു പഴയ വിദ്യാർത്ഥിയെ നമുക്ക് ഡേവിഡച്ചൻ്റെ ഉള്ളിൽ ഇപ്പോഴും കാണാൻ കഴിയും. 1990 SSLC പഠനശേഷം കൗമാരക്കാരനായ ഡേവിഡ് മുന്നോട്ടുള്ള ദൗത്യം സമർപ്പണത്തിൻ്റെയും ദൈവവിളിയുടെയും മാർഗമാണെന്ന് അറിഞ്ഞുവെങ്കിലും കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നും ഡേവിഡിനെ വല്ലാതെ അലട്ടിയിരുന്നു. എന്നാൽ അന്നത്തെ പോർട്ടുകൊല്ലം പള്ളിയുടെ ഇടവക വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട റിച്ചാർഡ് ഫെർണാണ്ടസ് അച്ഛൻ്റെ ഉപദേശവും പ്രാർത്ഥനയും ഡേവിഡിന് ഒരുപാട് കരുത്ത് നൽകിയിരുന്നു. അദ്ദേഹത്തെ സെമിനറിയിൽ ചേർക്കുകയും ദൈവത്തിനും കത്തോലിക്ക സഭയ്ക്കും വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുവാനുള്ള കരുത്തും നൽകി. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് സമ്മതവും വാങ്ങി രാജസ്ഥാനിലെ അജ്മീർ രൂപതയിലെ സെന്റ് തെരേസ മൈനർ സെമിനാരിയിലേക്ക് വൈദിക പഠനത്തിനായി ഡേവിഡിനെ ഫാദർ റിച്ചാർഡ് ഫെർണാണ്ടസ് അയച്ചു. പിന്നീട് മഹാരാഷ്ട്രയിലെയും പൂനെയിലെയും മേജർ സെമിനറികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. സെമിനറിയിൽ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടെ പഠനവും വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 1993 കൊല്ലത്ത് കടൽക്ഷോഭം രൂക്ഷമാവുകയും പോട്ടുകൊല്ലം പ്രദേശത്തിൻ്റെ വീടുകൾ ഓരോന്നോരോന്നായി കടലെടുക്കാൻ തുടങ്ങിയ സമയം പൂനെയിലെ പേപ്പൽ സെമിനറിയിൽ ഒരുപാട് വേദനയോടുകൂടെ ദിവസങ്ങൾക്ക് ശേഷം ഡേവിഡ് അറിയുന്നു തൻ്റെ മാതാപിതാക്കളുടെ ആകെ സമ്പാദ്യമായ വീടും നഷ്ടപ്പെട്ടുവെന്ന്. ഡേവിഡ്
ആകെ പകച്ചു നിൽക്കുന്ന സമയം സെമിനറിയിലെ കൂട്ടുകാരോടും അച്ഛന്മാരോടും പറഞ്ഞു കരയുവാനും വിഷമിക്കുവാനും തുടങ്ങി. അവസാനം മാതാവിൻ്റെ മുമ്പിൽ തൻ്റെ പരാതിയും വിഷമങ്ങളും പറയുവാൻ മാത്രമേ ആ മകന് കഴിഞ്ഞുള്ളൂ. ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ അച്ഛൻ മനസ്സു വെമ്പി. എന്നാൽ അച്ചാച്ചൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അപ്പനെയും അമ്മയെയും ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന സഹോദരങ്ങളുടെ വാക്കുകൾ ഡേവിഡിന് കരുത്ത് നൽകി. 1993 വീട് നഷ്ടപ്പെട്ടതിന് ശേഷം അഗതികളെ പോലെ കുടുംബത്തിന് അലയേണ്ടി വന്നു. പിന്നീട് 1996 സർക്കാർ ഒരുക്കിയ പുനരധിവാസ കുടിലിൽ വളരെ പരിമിതമായ സാഹചര്യത്തിൽ വർഷങ്ങളോളം താമസിക്കേണ്ടി വന്നു. കടൽക്ഷോഭം മൂലമുണ്ടായ അപ്പൻ്റെ തൊഴിൽ നഷ്ടവും ദാരിദ്ര്യവും ആ കുടുംബത്തെയും അച്ഛനെയും തളർത്തി. പട്ടിണി മാറ്റാനായി സുഹൃത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള സഹായമാണ് അന്ന് ആശ്വാസമായിരുന്നത്. അങ്ങനെ എല്ലാ ദുരിതങ്ങളും താണ്ടി 2000 ഡിസംബർ 30 അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനയുടെ പൂർത്തീകരണം എന്നോണം പരിശുദ്ധ ശുദ്ധീകരണ മാതാവിൻ്റെ ദേവാലയത്തിൽ വെച്ച് അന്നത്തെ രൂപതാധ്യക്ഷൻ ജോസഫ് ജി ഫെർണാണ്ടസിൻ്റെ കാർമ്മികത്വത്തിൽ വൈദിക പട്ടം സ്വീകരിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ അതേ ദേവാലയത്തിൽ കുടുംബത്തെയും ഇടവക മക്കളെയും സാക്ഷിയാക്കി പ്രഥമ ദീപബലി അർപ്പിച്ചു. വൈദികനായ ശേഷം അജ്മീർ രൂപതയുടെ വിവിധ സ്കൂളുകളിൽ മാനേജറായും വൈസ് പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിക്കുമ്പോഴും പോർട്ടുകൊല്ലത്തിൻ്റെ ഒരു എളിയ മകനെന്ന വിലാസത്തിൽ അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അജ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം.എഡിന് ഗോൾഡ് മെഡലും 2024 ഇന്ത്യൻ ടാലൻറ്റ് ഒളിമ്പ്യാഡിൽ നിന്നും ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡും 2025 ദൈനിക് ഭാസ്കർ ന്യൂസ് പേപ്പറിൻ്റെ ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡും കൂടാതെ മറ്റു നിരവധി അംഗീകാരങ്ങളും ഇക്കാലയളവിൽ അദ്ദേഹം കരസ്ഥമാക്കി. സമൂഹത്തിലെ ഉന്നത വ്യക്തികളോട് ഇടപഴകുമ്പോഴും തൻ്റെ തീരദേശ ഗ്രാമത്തെയും നാട്ടുകാരെയും കുറിച്ച് വളരെ മതിപ്പോടെ സംസാരിച്ചിരുന്നു. അവധി ദിവസങ്ങളിൽ അപ്പനെയും അമ്മയെയും കാണുവാനും സഹോദരങ്ങളുടെയും കൊല്ലം ഇടവക മക്കളോടും സമയം ചെലവഴിക്കുവാനും അവർക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുവാനും അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഡേവിഡ് അച്ഛൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ നാടൊന്നാകെ അച്ഛനിൽ അഭിമാനിക്കുന്നു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ അസാധാരണമായ അതിജീവനത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ചിത്രം നമുക്ക് വരച്ചെടുക്കുവാൻ കഴിയും. 25 വർഷങ്ങൾ ദൈവത്തിൻ്റെ പുരോഹിതനായി അൾത്താരയിൽ സമർപ്പിക്കപ്പെട്ട ഈ ജീവിതത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്മരണിക ഡേവിഡ് അച്ഛനു വേണ്ടി സമർപ്പിക്കുന്നു.
മോനെ, കുഞ്ഞുമോനെ.